മക്കളെ, സ്നേഹാവസ് ആണ്. ഇത് നമ്മുടെ ബൂഡി കാക്കി എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഷസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് പറയുന്നത്. ഷസ്തി അല്ലെങ്കിൽ ബ്ലർബ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമയോ അല്ലെങ്കിൽ ബുക്കോ ആയി ബന്ധപ്പെട്ടിട്ട് എഴുതാനായിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയുടെ ബ്ലർബുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മക്കൾ നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചോളാം. ഒന്നുമില്ല, ദ ഗോട്ട് ലൈഫ്, നമ്മുടെ ആടുജീവിതത്തിൻ്റെ ബ്ലർബാണ് ഇത്. ഇത് ഇങ്ങനെ കാണുമ്പോൾ എന്താവും? കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്, പേടിച്ചു പോകുന്നുണ്ട്. സാരമില്ല, നമുക്ക് ഷേപ്പ് മാറ്റിക്കളാം. നോക്കിക്കേ, 10 പോയിന്റ്, വെറും 10 പോയിന്റ്. ഇതേ സാധനമാണ് എന്താണ് 10 പോയിന്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. മിസ്സിൻ്റെ കൂടെ തന്നെ മക്കൾ പഠിച്ചോളാം. പക്ഷെ എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം? ഇതേപോലെ എസ്സേ പോലെ എഴുതി വെക്കണം. ഓക്കെ അല്ലേ? ഇനി പോയിന്റ് ആയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നോക്കിക്കോളാം, ദ ഗോട്ട് ലൈഫ്. ദ ഗോട്ട് ലൈഫ് എന്ന് തന്നെ നിങ്ങൾ എഴുതിക്കോളാം, ആടുജീവിതം എന്ന് എഴുതണ്ട. കാരണം ഹിന്ദിയിൽ എന്താണ് അതിൻ്റെ പേര്? ദ ഗോട്ട് ലൈഫ് എന്നാണ് അല്ലേ. അപ്പം എന്താണ് ദ ഗോട്ട് ലൈഫ് ബ്ലസ്സി ദ്വാര. ബ്ലസ്സി ദ്വാര എന്ന് വെച്ചാൽ എന്താണ്? ബ്ലസ്സി വഴി അല്ലേ. ഓരോ കീ വേർഡുകൾ നിങ്ങൾ എന്ത് ചെയ്ത് പഠിച്ചിട്ട് പോവാ കേട്ടോ. ബ്ലസ്സി ദ്വാര സഹനിർമ്മിത്. സഹനിർമ്മിത് എന്ന് വെച്ചാൽ എന്താണ്? നിർമ്മിച്ചിട്ടുള്ള എന്താണ്? ഏക് അന്തർരാഷ്ട്രീയ ഫിലിം ഹേ. ഒരു അന്തർരാഷ്ട്രീയമായിട്ടുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള എന്താണ്? സിനിമയാണ്. ഒന്നാമത്തെ പോയിന്റ് ബ്ലസ്സി എന്നുള്ള കാര്യം ആലോചിക്കുക, ദ ഗോട്ട് ലൈഫ് എന്ന് പറയുന്ന കാര്യം ആലോചിക്കുക കേട്ടോ. അടുത്ത എന്താണ്? യഹ് बेन्यामिन का 2008 से के सबसे ज्यादा बिकने वाले मलयाളം उपन्यास ആടുജീവിതം का रूपांतरण है. എന്താ പറയുന്നത്? യഹ് ബെന്യാമിൻ ദ്വാര. ആരാണ്? ബെന്യാമിൻ വഴി അല്ലേ. ഒരു 2008 എന്ന് വെച്ചാൽ 2008 സബ്സെ ജ്യാദ ബിക്നെ വാലെ, ഏറ്റവും കൂടുതൽ ബിക്നെ വാലെ. ബിക്നെ വാലെ എന്ന് വെച്ചാൽ എന്താണ്? വിൽക്കപ്പെട്ട എന്നുള്ള മീനിങ് കേട്ടോ. എന്താണ്? വിൽക്കപ്പെട്ട മലയാളം ഉപന്യാസ്. ഉപന്യാസം എന്ന് വെച്ചാൽ നോവലാണ് കേട്ടോ. മലയാളം ഉപന്യാസമായിട്ടുള്ള, മലയാളം നോവലായിട്ടുള്ള ആടുജീവിതത്തിൻ്റെ ഒരു രൂപാന്തരണമാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് സെറ്റാണേ. ഓക്കെ, അടുത്തെന്താണ്? വളരെ എളുപ്പമാണ്. ദ ഗോട്ട് ലൈഫ് സത്യഘടന പർ ആധാരിത് ഹേ. എന്താണ്? സത്യഘടനയിൽ ആധാരിതമാണ്. ശരിക്കും നടന്നിട്ടുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഇതിൽ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, സെറ്റ്, മനസ്സിലായിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇസ്കാ കേന്ദ്ര പാത്ര. എന്താണ്? ഇതിലെ കേന്ദ്രമായിട്ടുള്ള പാത്രം, മുഖ്യ പാത്രം എന്ന് പറയുന്നത്, കഥാപാത്രം എന്ന് പറയുന്നത് ആരാണ്? നജീബാണ്. നജീബ് एक ഷാദിശുദ യുവാഹേ. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു യുവാവാണ്. നജീബാണ് കേന്ദ്ര കഥാപാത്രം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം. അത് കഴിഞ്ഞിട്ട് എന്താണ്? യഹ് ഭൂമിക പൃഥ്വിരാജ് ദ്വാര കിയാ ഗയാ ഹേ. ഇത് നിങ്ങൾക്ക് മറക്കില്ല അല്ലേ. എന്താണ്? യഹ് ഭൂമിക. ഭൂമിക എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു റോള് പൃഥ്വിരാജ് വഴിയാണ് കിയാ ഗയാ ഹേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ നാലാമത്തെ പോയിന്റും സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, ജിസ്ക ഏക് മാത്ര സപ്ന. നമ്മുടെ നജീബിൻ്റെ കാര്യമാണ് പറയുന്നത്. നജീബിൻ്റെ ജിസ്ക, അയാളുടെ ഏകമാത്ര, ഒരേ ഒരു സപ്ന, ഡ്രീം, സ്വപ്നം എന്ന് പറയുന്നത് അച്ചി ജിന്ദഗി ബിത്താന അല്ലെ. എന്താണ്? അച്ചി ജിന്ദഗി, ഒരു നല്ലൊരു ജീവിതം ജീവിക്കുക എന്ന് പറയുന്നതാണ് അയാളുടെ ഏകമാത്ര, ഒരേ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. 5 പോയിന്റ് സെറ്റാണേ. ഇതങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. 5 പോയിന്റ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 6ാമത്തെ പോയിന്റ് ആണ്. യഹ് സപ്ന പൂരി കർനെ കെ ലിയെ. ഈ ഒരു സ്വപ്നം പൂരി കർനെ കെ ലിയെ, പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സൗദി അറബ് പहुंचता है അല്ലേ. അവൻ സൗദി അറബിലേക്ക് പോവാണ്. നമുക്ക് ഓർമ്മയില്ലേ? നമ്മുടെ സിനിമാ കഥയൊക്കെ ഓർമ്മയുണ്ട് അല്ലേ? സൗദി അറബിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. പഹുഞ്ച്താ എന്ന് വെച്ചാൽ എന്താണ്? എത്തുന്നു എന്നുള്ള മീനിങ് ആണ് അല്ലേ. 7ാമത്തെ പോയിന്റ് മക്കൾ ശ്രദ്ധിച്ചേ. ലേക്കിൻ പക്ഷേ ഉസ്കോ ഏക് ബക്കറി ഫാം മേ. പക്ഷേ അവന് ഏക് ബക്കറി ഫാം, എന്താണ്? ഒരു ആടിനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫാമില് ഏക് ഗുലാം കി തറ. എങ്ങനെയാണ്? ഗുലാം എന്ന് വെച്ചാൽ എന്താണ്? അടിമ എന്നുള്ള അർത്ഥോട്ടെ. എന്താണ്? ഒരു അടിമയെ പോലെ കാം കർന പടുത്താ ഹേ, വർക്ക് ചെയ്യേണ്ടി വരികയാണ് അല്ലേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗത്ത് ഇത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അടുത്ത ഇനി 3 പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. 8ാമത്തെ പോയിന്റ് എന്താണ്? ഈ സംഘർഷ കെ ബീച്ച്. ഈ സംഘർഷത്തിന്റെ നടുവിലും, കെ ബീച്ച് എന്ന് വെച്ചാൽ എന്താണ്?
നടുവിൽ എന്നുള്ള അർത്ഥം കേട്ടോ. ഇതിന്റെ നടുവിലും എന്താണ്, വൽ ജീവിത് രഹനേക്ക് കോശിഷ് കർത്തേ ഹേ, അവൻ ജീവിക്കാൻ വേണ്ടിയിട്ട്, ജീവിത് രഹന എന്ന് വെച്ചാൽ എന്താണ്, ആ ജീവിച്ചിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കോശിഷ് കർത്തേ ഹേ. കോശിഷ് കർണ എന്ന് വെച്ചാൽ എന്താണ്, പരിശ്രമിക്കുന്നു എന്നുള്ള മീനിങ് ആണ് അല്ലെ. എന്താണ്, പരിശ്രമിക്കുന്നു, ജീവിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അവസാനത്തെ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, ഫിലിം ഭൂരി സ്ഥിതിമേ. ഇനി ബ്ലർബിൽ നമ്മൾ എന്താണ് നമ്മുടെ ഫിലിം പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് എഴുതണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ, ഫിലിം സിനിമ ഭൂരി സ്ഥിതി. ഭൂരി എന്ന് വെച്ചാൽ എന്താണ്, മോശം സ്ഥിതിയിൽ പോലും ജീവിത രഹനേക്ക് പ്രേരണ ദേത്തേ ഹേ, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയാണ് നൽകുന്നത് എന്നുള്ളത് നിങ്ങൾ എഴുതണം. പിന്നെ അവസാനത്തത് ഏത് ബുക്കിൻ്റെ ഏത് ബ്ലർബ് നിങ്ങൾ എഴുതുകയാണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്തേക്കാം, ഈ ഒരു പോയിന്റ് എഴുതി വെക്കാം. എല്ലാത്തിലും കോമൺ ആയിട്ട് എഴുതി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നോക്കിക്കേ, ഇതൊരു സംവേദനശീൽ എന്ന് വെച്ചാൽ എന്താണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്ന. മാർമിക എന്ന് വെച്ചാൽ എന്താണ്, ഹൃദയസ്പർശിയായിട്ടുള്ള, ടച്ചിങ് ആയിട്ടുള്ള ഫിലിമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ലാസ്റ്റ് എഴുതി വെക്കാം. 10 പോയിന്റേ ഉള്ളൂ. ഈ 10 പോയിന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ഇത് എന്തായാലും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കാതെ മക്കൾ പോകുകയേ ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നാളത്തെ എക്സാം തകർത്ത് എഴുതിക്കോളൂ കേട്ടോ. ബൈ.